മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ആനുകൂല്യം നൽകി എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. കോടതി നടപടി നിയമപരമായ തിരിച്ചടിയാണെന്നും തെളിവുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് കരിമണൽ ഖനാനുമതിയുടെ പ്രത്യുപകാരമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം. തെളിവെന്നവകാശപ്പെട്ട് 5 രേഖകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയത്. ഇതോടെ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരായി ഉണ്ടാകില്ല. KMRL കമ്പനിക്ക് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഖനനാനുമതി നിഷേധിച്ചിട്ടും മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തു എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രധാന വാദം. ഇതിനായി യോഗത്തിന് മിനിറ്റ്സ് രേഖയും ഹാജരാക്കി. എന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസിന്റെ മറുവാദം. ഹാജരാക്കിയ തെളിവുകളിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിൽ എന്ത് തെളിവാണുള്ളതെന്നും ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചു. മാത്രമല്ല, ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ എങ്ങനെ വരുമെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഹർജി നിയമപരമായ തിരിച്ചടിയാണെന്ന് പറഞ്ഞ മാത്യു ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിക്കുമെന്നും പ്രതികരിച്ചു. നിയമപരമായൊരു സെറ്റ് ബാക്കാണോ സെറ്റ് ബാക്കാണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. കെട്ടിച്ചമച്ച കേസെന്ന് വ്യക്തമായെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഉള്ളി ഒളിച്ചതുപോലെയായിരിക്കുമെന്ന്. ഈ മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം. കമ്പനിക്ക് കേസുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായിട്ട് വന്നിട്ടുണ്ടോ? ഇത് ലാബിനും പോലെ എല്ലാ ദിവസവും ഒരു കോടതി കൊടുക്കുക, ആ കോടതി കളിയാ വേറൊരു കോടതി കൊടുക്കുക, എന്നിട്ട് കോടതിയെ മോക്കറിയാക്കുക. ഹർജി തള്ളിയതോടെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മാത്യു കുഴൽനാടൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിനാണ് തിരിച്ചടിയായത്. 24 തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിൽ നിർത്തുന്ന കോൺഗ്രസ് ശ്രമത്തിന് ഉള്ള തിരിച്ചടിയാണ് വിധി. കോടതി മേൽനോട്ടത്തിലെ അന്വേഷണ നീക്കം പാളിയതോടെ ED അന്വേഷണം ഉയർത്തിയാകും ഇനി പ്രതിപക്ഷം LDF-നെ നേരിടുക. മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിൽ തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം. കോടതി മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയത് കോൺഗ്രസിന് പക്ഷേ കടുത്ത ക്ഷീണമായി. തെരഞ്ഞെടുപ്പിലടക്കം UDF ഇടത് സ്ഥാനാർത്ഥികളെ നേരിട്ടത് മാസപ്പടി വിവാദമുയർത്തിയാണ്. രാഹുൽ പിണറായി ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി പരാമർശം. ED-യെ ഇറക്കി കേന്ദ്രം കുരുക്കുമുറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ സമാന്തരമായി വിജിലൻസ് അന്വേഷണം കൂടി നടത്താൻ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വേണ്ട തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതി തള്ളിയത് തിരിച്ചടിയായി. കേസ് കെട്ടിച്ചമച്ചതെന്നായിരുന്നു അന്നുമുതൽ ഇടതുമുന്നണി നേതാക്കൾ ഉയർത്തിയ പ്രതിരോധം. കോടതി വിധി കൂടി അനുകൂലമായതോടെ ഇനി കോൺഗ്രസിനെ നേരിടുക ഈ വടി ഉപയോഗിച്ചായിരിക്കും. ED അന്വേഷണമാണ് കോൺഗ്രസിന് ഇനിയുള്ള പിടിവള്ളി. ED-യുടെ തുടർനീക്കമുയർത്തി മുഖ്യമന്ത്രിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായിരിക്കും UDF-ന്റെ ആലോചന. 24 തിരുവനന്തപുരം. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ ചർച്ചയായ ഒരു വിഷയമാണ് മാസപ്പടി കേസ്. അപ്പോൾ അത് സ്വാഭാവികമായും കോടതിയിൽ നിന്ന് അത്തരം ഒരു തീരുമാനമുണ്ടാകുമ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തീരുകയല്ല, അത് തുടരുകയാവും ചെയ്യുക. അരുൺ ജി മുട്ടോട് പറയുകയാണ്, ആഷ്മി ബ്രോ, പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർ സിലിണ്ടറിന്റെ ഗുണമേന്മ കൂടി പരിശോധിക്കണം. തുരുമ്പെടുത്തതും ലീക്കേജ് ഉള്ളതും കാലഹരണപ്പെട്ടതുമായ കുറ്റികളാണ് പലരും വിതരണം ചെയ്യുന്നത്. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഗുരുതര പ്രശ്നമാണ്. എന്തായാലും അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നവുമാണ്. അരുൺ.